ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നീരവ് രാവിലെ തന്നെ എണീറ്റിട്ട് രഞ്ജനേജി അവിടെ തേങ്ങ പൊളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിരിക്കുക. പിന്നെ എനിക്കൊരു കലം നിറച്ച് തേങ്ങാവെള്ളം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് ചേച്ചി അവിടേക്ക് കയറുമ്പോൾ നീരവ് ഇങ്ങോട്ടും കയറി വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും നീരവിന് എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയും പനീർ കറിയും, അതായത് പനീർ ബട്ടർ മസാല, അങ്ങനെ ഏതാണ്ട് ഒരു രൂപം വരും. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കുറേ ദിവസമായി പനീർ മേടിക്കണം എന്ന് വിചാരിക്കണം. ഇത് നമ്മുടെ അമൂലിൻ്റെ നല്ല ചെറിയ കട്ടകളാട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കട്ടകൾ. അങ്ങനെ ഒരു പാക്കറ്റ് പനീർ മേടിച്ച് കഴിഞ്ഞാൽ ഹാഫ് ആക്കിയിട്ട് ഞങ്ങൾ 2 പ്രാവശ്യം ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടേണ്ടത് കസൂരി മെതിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇങ്ങനെ 2 കൈയും വെച്ച് ഉരച്ചിട്ട് അങ്ങനെ പൊടിച്ചിട്ടിട്ട് എൻ്റെ കൈ ചെറിയ നനവുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് ഏറ്റില്ല. എന്നാലും കുറച്ചധികം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കില്ല, അതേപോലെ തന്നെയാണ് ഉണ്ടാക്കാറ്. ആദ്യം ബട്ടറിലാണ് നമ്മൾ ഉണ്ടാക്കുക. എൻ്റെ കയ്യിൽ ബട്ടറില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ചു. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട്, കടുകല്ല, ജീരകം പൊട്ടിച്ചിട്ട്, പിന്നെ അതിലേക്ക് തക്കാളി സബോള അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് ഒരു കുഞ്ഞി വെളുത്തുള്ളിയും ഒരു പച്ചമുളക്, പിന്നെ എന്താ പറയുക, അണ്ടിപ്പരിപ്പ് കുറച്ചിടും, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടും, ഒരു നുള്ള് ഗരം മസാല ഇടാറുണ്ട് കേട്ടോ ഞാൻ. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇവിടെ വലിയ എരിവൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി വേറെ ഇട്ടില്ല, പച്ചമുളക് ഇട്ടുണ്ടല്ലോ. പിന്നെ അത് ചൂടാടുമ്പോൾ മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് പിന്നെ അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ പനീർ ഇടുക. പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഇടുക കേട്ടോ നമുക്കെല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ ഈ കസൂരി മെതിയില്ലേ അതും ഇടുക. അത്രേ ഉള്ളൂ കേട്ടോ പണി, എളുപ്പമാണ്. അപ്പോൾ ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. ഞാൻ ഇതുവരെ പനീർ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്രാവശ്യം എടുത്തതാട്ടോ. പിന്നെ ഇതിൽ ഉപ്പ് എന്തായാലും ഇടണം കേട്ടോ, ഞാൻ അത് പറയാൻ മറന്നുപോയി. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും സെറ്റായിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഹോളിലേക്ക് വന്നപ്പോൾ ജെല്ല തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തുറന്നിട്ട് അപ്പോൾ നീരവനോടൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറയാം. അവ ഇപ്പോൾ വലുതായോണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തട്ടലും മുട്ടലും ഇല്ലാണ്ട് നല്ല രീതിക്ക് എടുത്തു തരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും അവനോടൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറയാം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങി കേട്ടോ. ഇന്ന് 2-3 മിനിറ്റ് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നീരവ് ടാറ്റയൊക്കെ തന്ന് വേഗം സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടുന്നു. മലയാളം എക്സാമാണ് കേട്ടോ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നില്ലേ, അറിയാണ്ട് സ്കൂളിലേക്ക് വിടാൻ നോക്കിയത്. എക്സാം ഇല്ലാത്ത ദിവസം ആ ഒരു ദിവസം കാണിച്ച പോലെ എലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമില്ല അത് കേട്ടോ. അങ്ങനെ ഞാനും മെയിൽ കഴുകിയിട്ടോ, കുറച്ച് ദിവസമായി തലയൊക്കെ കഴുകിയിട്ട് തൊണ്ടവേദനയും സൗണ്ട് അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഞാനിപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് വേഗം മെയിൽ കഴുകിയുള്ളൂ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് തുണികൾ മടക്കാണ്ടായിരുന്നു, അമ്മ പോണ സമയത്തൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ മടക്കി വെക്കാം കേട്ടോ. പിന്നെ തലേ ദിവസം വെള്ളീശം മേടിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ ഇറങ്ങി. അങ്ങനെ വെല്ലീശൻ്റെ ബോഡി എടുത്തത് 2-2:30 ആയപ്പോഴാട്ടോ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട്. ഭയങ്കര വിഷമമുണ്ടായ കാര്യമാണ്. പെട്ടെന്ന് വെല്ലീശനധികം പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഇങ്ങനെ പെട്ടെന്ന് മരിച്ചപ്പോൾ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. വെല്ലീശൻ്റെ സൗണ്ടൊന്നും മനസ്സൊന്നും പോകണില്ല, ആകെ ഒരു വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ വെല്ലീശൻ പോയി. 5 പേരുള്ളത് 4 പേരായി എന്ന് പറയാം. പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ പണിയെടുക്കുന്നത്. ചില സമയത്ത് മൂഡ് ഓഫ് ആകുമ്പോൾ അങ്ങനെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണികൾ വേഗം തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓമലാളെ പാട്ട് ഇതെന്നും എനിക്ക് കേൾക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അപ്പോൾ അതൊക്കെ അങ്ങനെ വെക്കും കേട്ടോ. പിന്നെ നാളികേര വെള്ളം അത് ഞാൻ അരിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, വേഗം കുടിച്ച് തീർക്കും. പണ്ടച്ഛന് ഇതേപോലെ തേങ്ങ കൊപ്പടക്കി ഇടാനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ വെട്ടുമ്പോൾ തന്നെ ഞങ്ങൾ പോയി ഗ്ലാസ്സും പിടിച്ചിട്ടിരിക്കും. ഞാനും മാറി ഇങ്ങനെ കുടിക്കും. വയറ് നിറയണ വരെ ഇങ്ങനെ വെള്ളം കുടിക്കും കേട്ടോ, തേങ്ങ വെള്ളം. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറയാറുണ്ട്, അങ്ങനെ എനിക്കൊരു കലം വെള്ളം തന്നു.
എന്തായാലും 2 കപ്പ് വെള്ളം കുടിക്കണം എന്ന് വെച്ചിട്ട് തന്നെയാട്ടോ അടുക്കളയ്ക്ക് വന്നത്. ഞാൻ വെള്ളം കൂടി ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ എന്തായാലും ഈ വെള്ളമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്ത് 2 കപ്പ് കുടിച്ചു. എന്തായാലും ധാരാളം ഉണ്ടല്ലോ, കളയണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് കുടിച്ചതാട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ വയറ് നടന്നിട്ടുണ്ട്. വെള്ളം കൂടി ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താവും എന്തോ. ചക്കക്കുരു ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, ചക്ക ഇവിടെ ധാരാളമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുരു എടുത്തിട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് കറി വയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓടി വന്ന് അടിച്ചു വാരി പിന്നെ തുടക്കലായി കേട്ടോ. അപ്പോൾ ഞാൻ ആ മുക്കും മൂലയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും കാലിൻ്റെ വിരൽ വെച്ചിട്ട് അങ്ങനെ തള്ളി അവിടെയൊക്കെ തുടയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മുക്കിലും മൂലയിലൊക്കെ ചിലപ്പോൾ വടിയും തുണിയൊന്നും എത്തില്ലല്ലോ. അങ്ങനെ നീരവ് വരാളായി. ഈ റോട്ടിക്ക് ചെന്ന് നിന്നപ്പോൾ തന്നെ നീരവ് വന്നു കേട്ടോ. എന്ത് കണ്ടാലും പറക്കൂട്ടോ, പറക്കി സ്വഭാവം ഉണ്ട് കുറച്ച്. അപ്പോൾ അവിടെ നിന്ന് എന്തോ സ്കെച്ച് പേന കിട്ടിയെന്ന് പറഞ്ഞാൽ അതെടുക്കുക. ഞാൻ അത് അവിടെ തന്നെ ഇട്ടോളാൻ. എന്ത് കണ്ടാലും എടുത്തോണ്ടിരാ നോക്കൂട്ടോ. അങ്ങനെ ഒരു സ്വഭാവം, സർപ്രൈസാന്ന് പറഞ്ഞിട്ട് എടുക്കുക. അങ്ങനെ ഞാൻ സമാധാനത്തിൽ ചോദിച്ചു എക്സാം ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ടാണ്, സൂപ്പർ ഗുഡ് ബോയ് എന്നൊക്കെ മാം പറഞ്ഞു എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രഞ്ജന ചേച്ചി പായസം തന്നിട്ടുണ്ടായിരുന്നു, പാൽപ്പായസവും പിന്നെ ശർക്കര പായസവും. ചേച്ചി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തേക്ക് പോയോണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് പായസമൊക്കെ സ്ഥിരമായിട്ട് കിട്ടും. നമ്മൾ അമ്പലത്തേക്ക് പോയി കഴിപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവനിങ്ങനെ കഴിക്കുകയായിരുന്നു. ഫുള്ളായിട്ട് അവന് തന്നെ കൊടുക്കണ്ട, ശർക്കര പായസം കൊടുക്കണ്ട വിചാരിച്ച് ഞാനും ഓരോ സ്പൂൺ അങ്ങനെ മാറി മാറി കഴിക്കുക. പിന്നെ പാൽപ്പായസം കഴിച്ചു. പിന്നെ അതാ ഉച്ചയ്ക്ക് ചോറും ഗ്രീൻ ബീൻസ് കറിയും പിന്നെ മുട്ട ഓംപ്ലേറ്റും. ഇത് കഴിച്ചിട്ട് വേണം മനസ്സാറിൻ്റെ അവിടേക്ക് ഒന്ന് പോകാൻ കേട്ടോ. ഈ ഹൂസിന് ഇന്നലെ വയ്യാണ്ടായിട്ടോ, പെട്ടെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് പോണത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേഗം ചോറിണ്ടിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണിക്കും കൂടി വേണ്ടിയിട്ട് ചോറും ഓംപ്ലേറ്റൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ ഒരു ഉരുള വായിൽ വെച്ച് കൊടുത്തപ്പോഴേ ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല കേട്ടോ, ചോറ് തീറ്റയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ലോണം ഉയരം വെച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ അത്രയ്ക്കായെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ചോറ് തീറ്റ കഴിഞ്ഞപ്പോഴേ ഇത് രഞ്ജനേച്ചി കൊടുത്തതാട്ടോ മാൽക്കേസ്റ്റിൻ്റെ ബിസ്ക്കറ്റ്. പിന്നെ കോളേജിലേക്ക് പോയപ്പോൾ അച്ഛൻ കിറ്റ്കാറ്റും ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിറ്റ്കാറ്റ് എടുത്തിട്ട് മാൽക്കേസ്റ്റ് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക. എംഫോടെക്കിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കാറുണ്ട് ഇത്ര. അപ്പോൾ അതിലുള്ളതാ ഇതെന്ന് വെറുതെ നോണ പറയുക, ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അടിപൊളിയാന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അവരെത്തിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് എന്തായാലും അവർ കഴിച്ചിട്ടാണ് വന്നത്, എന്നാലും ഞാൻ എൻ്റെ വക ഒന്ന് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഹൂസിനെ അങ്ങനെ അഡ്മിറ്റ് ആക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ഫുഡായിട്ട് പോവാണ്. അപ്പോൾ ഹെൽമെറ്റ് നീരവനും വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടിലാണ് ഇരുത്തിക്കണമെങ്കിൽ കണ്ണൊന്നും കാണില്ല കേട്ടോ. അവനേക്കാളും വലുതല്ലേ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തി ബാക്കിൽ ചൂടാന്ന് വിചാരിച്ചു. പിന്നെ നിച്ചൊക്കെ ടാറ്റ വന്നു. ഇത് നമ്മുടെ ദേശമംഗലത്തെ എന്താ പറയുക ടർഫില് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെതാ ഫിനിഷായപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്താ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ചേട്ടൻ വന്നിട്ട് ചേട്ടൻ്റെ കൂടെ ഒരു ദിവസം അങ്ങോട്ടൊക്കെ പോകണം എനിക്ക്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഹൂസ് ഓക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.